അപ്പൊ എന്തായാലും കൊട്ടേഷൻ കൊടുക്കുമെന്നാണ് CP മാത്യു പറയുന്നത്. അത് എത്ര എളുപ്പമാണെന്ന് എനിക്കറിയത്തില്ല. വനംവകുപ്പും സർക്കാരും നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നല്ല വെടിവീരന്മാരെ കൊണ്ടുവന്ന് വെടിവീരന്മാരെ കൊട്ടേഷൻ കൊടുത്ത് വെടിവീരന്മാരെ കൊണ്ട് ആനയുടെ നെറ്റിക്ക് വെടിവെക്കും എന്നാണ് DCC പ്രസിഡന്റ് പറയുന്നത്. അതൊക്കെ എത്ര പ്രായോഗികമാണ് എന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. എന്തായാലും അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനും ആവേശം കൊള്ളിക്കാനും ഒക്കെ ഇത്തരം പ്രസംഗങ്ങൾ ഗുണം ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കിനി ആശ്വാസകരമായ ഒരു വാർത്ത കണ്ടുവരാം. കോഴിക്കോടേക്കാണ് പോകുന്നത്. അവിടെ പാലക്കാട്ടേക്കാണ് പോകുന്നത്. അവിടെ ആരോഗ്യ മേഖലയിൽ ജനകീയ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ ആശാ വർക്കർമാരുടെ ഒരു കലാപരിപാടി, ഒരു ഫെസ്റ്റ് നടന്നിരുന്നു. പാലക്കാട് ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലുള്ള ആശാ വർക്കർമാര് ഈ നൂറുകണക്കിന് വളരെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു ഫെസ്റ്റാണ്. ആ ഫെസ്റ്റിന്റെ വിശേഷത്തിലേക്ക് ഉദ്ഘാടന സമയം തൊട്ടേ ആവേശത്തിലും അതിലേറെ സന്തോഷത്തിലുമായിരുന്നു ആശാവർക്കർമാർ. കുട്ടികളെപ്പോലെ മത്സരങ്ങളിൽ ആവേശപൂർവ്വം പങ്കെടുത്തു. ജോലിയുടെ സമ്മർദ്ദമില്ലാതെ അവർ ആടിപ്പാടി. പാട്ടിനൊത്ത താളവും അതിനൊത്ത ഈണവും നാടൻ പാട്ടിനെ ആസ്വാദ്യകരമാക്കി. ഇത്തരമൊരു കലാമേള സംഘടിപ്പിച്ചതിലും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷത്തിലായിരുന്നു എല്ലാവരും. നല്ലതാണ്. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്, മക്കളും എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. നല്ല റിലാക്സ് തന്നെയാണ്. വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമാണ്. ആദ്യമായാണ് ആശാ വർക്കർമാർക്കായി ഇത്തരമൊരു കലാമേള സംഘടിപ്പിക്കുന്നത്. നമുക്കറിയുന്ന മറ്റേ ഫ്ലഡിന്റെ സമയത്താണെങ്കിലും കോവിഡിന്റെ സമയത്താണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം അവരുടെ ആർട്ടിന്റെ എല്ലാ അതിൽ നിന്നും ഒരു വിട്ട് അവർക്കായിട്ട് ആഘോഷിക്കാനുള്ള ഒരു ഇതായിട്ടാണ് സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ആശമാരുടെ ഒരു ഫെസ്റ്റ് നടത്തുന്നത്. നാടൻ പാട്ടിന് പുറമെ സംഘനൃത്തം, മൈം എന്നിവയിലും മത്സരം നടന്നു. മത്സരത്തിന് തിരശീല വീണപ്പോൾ കലാപ്രകടനങ്ങൾ നടത്താൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ മനം നിറഞ്ഞ് ആശാവർക്കർമാർ മടങ്ങി. ന്യൂസ് 18 പാലക്കാട്.